അതുകൊണ്ട് ഈ ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് വേണ്ട. മെൻ ഓൾസോ ഹാവ് ഇമോഷൻസ്. പലരും അത് പ്രകടിപ്പിക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ സാധനത്തിൻ്റെ എക്സ്ട്രീമിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ പലപ്പോഴും പല ആളുകളും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് സ്ട്രെസ്സിന് ആൻസൈറ്റി എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നത്. ബ്രോ, നിങ്ങൾക്ക് അറിയില്ല ദാറ്റ് പേഴ്സൺ മെൻ്റൽ ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമാശക്കളിയല്ല. വി ഡോണ്ട് നോ ഓപ്പോസിറ്റുള്ള ആൾ എന്ത് സഫറിങ്സിലൂടെ കടന്നു പോകുന്നു. സോ ഇമോഷൻസിനെ വാല്യൂ ചെയ്യുക. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്തോളണം. ഞാനൊക്കെ പണ്ട് ഈ സാധനം തലയിലുള്ളതുകൊണ്ട് വിഷമം വന്ന് ആകെ ഡൗൺ ആയിരുന്നാലും കരയൂല, പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത് മണ്ടത്തരമാണ്. നമുക്ക് അത്രയും പെയിൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, സഫർ ചെയ്യും, നല്ല രീതിയിൽ സഫർ ചെയ്യും. എനിക്കറിയാം പേഴ്സണലി നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ കടന്നു വന്നേക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പം പലർക്കും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അവർ റിലേറ്റ് ചെയ്യുന്നുണ്ടാവും. പലരും ഇപ്പോൾ ഇത് പറയും, പലരുടെ റൂമിലെ തലങ്ങാണികൾ ഇപ്പോൾ കഥ പറയുന്ന പോലെ. മീൻസ് ദേ നോ. മിക്കപ്പോഴും പലരും നൈറ്റ് രാത്രി കരയുന്ന ഒരുപാട് പേരുണ്ട്. ഐ നോ പേഴ്സണലി. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവരൊക്കെ അറിയാം. അവരൊറ്റയ്ക്ക്, കാരണം അവർക്ക് പുറത്ത് അവരെ എക്സ്പ്രസ് കാണിക്കാൻ തന്നെ പേടിയാണ്. കാരണം അവരെ തെറ്റായ രീതിയിൽ മീൻസ് അവരെ വീക്കാക്കി കളയുന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഒരിക്കലുമില്ല. നമ്മുടെ ഇമോഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്താൽ കഴിഞ്ഞു. ഇപ്പം നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നില്ല, ചിരിക്കുന്നില്ലേ, അതുപോലെ തന്നെ നമുക്ക് വിഷമം വരാതെ വിഷമം കരഞ്ഞ് അത് പോട്ടെ, അത് പോട്ടെ. കാരണം കരച്ചിൽ വന്നിട്ട് നമ്മൾ അടക്കി പിടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു പെയിൻ ഫീൽ ചെയ്യും ഇവിടെയൊക്കെ, ഇല്ലേ? സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ തെറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കോ. നമ്മൾ മനുഷ്യരാണ്. ഓക്കെ.